ഗൈസ്, അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാൻ പോവുകയാണ്. അമ്മയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ മുട്ടയുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ബസുമതി റൈസ്, പിന്നെ സോസ്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുരുമുളക് പൊടി അച്ഛൻ വാങ്ങാൻ പോയിട്ടുണ്ട്, വന്നിട്ടാകുമ്പം കിട്ടും. പിന്നെ നേരത്തെ ചിക്കൻ ഇപ്പോൾ ഇത്രയുള്ള ആയി. ഇനി കുരുമുളക് പൊടിയും കൂടി വേണം. അതും കൂടി കിട്ടിയാൽ നമുക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കാം. അപ്പം അമ്മ ഇതാ എണ്ണ ഒഴിക്കുകയാണ്. എനിക്ക് അടുപ്പത്തെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയാണ് ആക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ അമ്മ തന്നെയാണ് ആക്കിയത്. ആകെക്കൂടെ ബീൻസ് ഇതില്ല, ഇത് ഈ ബീൻസും സ്പ്രിംഗ് മാത്രമാണ് ഞാൻ ആക്കിയത്. അത് കൂടെ ഇനി നമുക്ക് ഇതാണ് വേണ്ടത്. മുട്ട ഉള്ളിയെല്ലാം മുട്ടയാണ് ഗൈസ്. അമ്മ ചിക്കി പിടിക്കാൻ പോവുകയാണ് മുട്ട. അപ്പോൾ അമ്മ പിന്നെയും എണ്ണ ഒഴിക്കലാണ്. ഇവിടെ നമ്മൾ മുട്ട ചിക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി ഇളക്കിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ നമ്മളെല്ലാം ഇടാൻ പോക്കാണ്. പക്ഷേ സ്പ്രിംഗ് ഒനിയൻ, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ് അങ്ങനെ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു. നമ്മൾ കുറച്ച് ബാക്കിയുണ്ട്. എല്ലാം ഇട്ട് കഴിഞ്ഞു പ്ലീസ്. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. കൊക്കക്കോള കുപ്പി പോലെ. ഇത് തുറക്കാൻ അമ്മ അവിടുന്ന് കഷ്ടപ്പെട്ടു. തുറന്നു കിട്ടി ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ സോസ് വയ്ക്കാൻ പോവാണ്. സോസ് പെപ്പർ വൈറ്റ് കൂടെ അമ്മ ചിക്കൻ ചിക്കൻ ഇടാൻ പോവാണ്. അമ്മ മസാല വെച്ചില്ല ചിക്കനെ. അപ്പോൾ നമ്മൾ ആയിക്കൊണ്ടിരിക്കണമാണ്. വേറെ ഇതിലാത്ത വാങ്ങി നമുക്ക് നോക്കാം. ചോറ് ഇതിലാണ് ഇട്ടു. ഇനി നമ്മൾ ചോറ് ഇളക്കാൻ പോവുകയാണ്. നമ്മൾ കുരുമുളക് പൊടി, ചെറിയ കുരുമുളക് പൊടി. ഓക്കെ, ഇതാണ് നമ്മൾ മറ്റേ ഗ്രീൻ സ്പ്രിംഗ് ഒനിയൻ. ഇതെല്ലാം കൂടി ആക്കിക്കൊണ്ടിരിക്കലാണ്. ഇങ്ങനെ ഇളക്കി ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ടൊമാറ്റോ സോസും കൂടി കൂട്ടിയിട്ട് കഴിക്കലുണ്ട്. ഇനി ഞാൻ റെഡി ആയിട്ട് കഴിക്കാം ഗൈസ്. അപ്പോൾ നല്ല മണെല്ലാം വരുന്നുണ്ട്. മഴവനായ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയച്ചനും പറയുന്നുണ്ട്. കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കഴിച്ചു നോക്കാം.